അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 93 മുതൽ 107 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർ റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. നബിയെ പറയുക, റബ്ബേ, ഇവരോട് താക്കീത് ചെയ്യപ്പെടുന്നതിനെ അഥവാ ശിക്ഷയെ വല്ലപ്പോഴും നീ എനിക്ക് കാണുമാറാക്കുകയാണെങ്കിൽ, റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ. എൻ്റെ റബ്ബേ, അപ്പോൾ എന്നെ അക്രമികളായ ജനങ്ങളിൽ നീ പെടുത്തരുതേ. വ ഇന്ന അലാ അൻ നുരിയക മാ നഇദുഹും ലഖാദിറൂൻ. നിശ്ചയമായും നാം ആകട്ടെ അവരോട് നാം താക്കീത് ചെയ്യുന്നതിനെ നിനക്ക് കാട്ടിത്തരുവാൻ കഴിവുള്ളവർ തന്നെയാകുന്നു. പരലോക നിഷേധം, അള്ളാഹുവിന് സമന്മാരെയും മക്കളെയും സങ്കൽപ്പിക്കൽ ആദിയായ ഓരോന്നും അവരെ താക്കീത് ചെയ്തു വരുന്ന ശിക്ഷ ഉടനെ തന്നെ നടപ്പിൽ വരുത്തുവാൻ തികച്ചും മതിയായ കാരണങ്ങളത്രേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണത്തന്നെ, അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ രക്ഷിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ ഉപദേശിക്കുകയാണ്. ശിക്ഷ തൽക്ഷണം തന്നെ നടപ്പിൽ വരുത്തുവാൻ അള്ളാഹുവിന് ധാരാളം കഴിവുണ്ട്. പക്ഷേ അവൻ തൻ്റെ അതിയായ അനുഗ്രഹം നിമിത്തം അത് നടപ്പാക്കാതിരിക്കുകയും ഒരു നിശ്ചിത അവധി വരേക്ക് നീട്ടിവെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്ന് സാരം. ഇവരെ പോലെയുള്ള കടുത്ത ജനങ്ങളുമായി ഇടപെടുമ്പോൾ അവരുടെ ദുഷ്ചെയ്തികളാകുന്ന രോഗങ്ങൾ ബാധിക്കാതെ രക്ഷ പ്രാപിക്കുന്നതിന് അടുത്ത വചനങ്ങളിൽ 2 പ്രധാന ഔഷധങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅഹ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഏറ്റവും നല്ല കാര്യമേതോ അതുകൊണ്ട് തിന്മയെ നീ തടുത്തുകൊള്ളുക. അവർ വർണ്ണിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാതീൻ. പറയുകയും ചെയ്യുക, എൻ്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നും റബ്ബേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഒന്നാമത്തെ ഉപദേശം തിന്മകളെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ തടുത്തുകൊള്ളണമെന്നാണ്. ക്ഷമ, സഹനം, മാപ്പ്, വിട്ടുവീഴ്ച, നല്ല വാക്ക്, ഇങ്ങോട്ട് തിന്മ ചെയ്തവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക മുതലായവയാണ് ഏറ്റവും നല്ല കാര്യം കൊണ്ട് ഉദ്ദേശ്യം. ഇതേ ഉപദേശം നൽകിക്കൊണ്ടുള്ള മറ്റൊരു ആയത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു: ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു ഫഇദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഹമീം സജദ. സാരം: ഏറ്റവും നല്ല കാര്യം കൊണ്ട് തടുത്തുകൊള്ളുക, എന്നാൽ നീയുമായി ശത്രുതയുള്ളവൻ ഒരു ഉറ്റ ബന്ധുവെ പോലെ ആയിത്തീരുന്നതാണ്. 41-34. എത്ര ഫലപ്രദമായ ഔഷധമാണിത്! ഈ ആയത്തിന്റെ സാരത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരാൾ തന്റെ സഹോദരനെ കുറിച്ച് അവനിലില്ലാത്ത, അതായത് കുറ്റം വല്ലതും പറയുന്നതായാൽ അവൻ അവനോട് ഇങ്ങനെ പറയണം: നീ കളവ് പറയുകയാണെങ്കിൽ നിനക്ക് പൊറുത്തു തരുവാൻ ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നു. നീ നേരു പറയുകയാണെങ്കിൽ എനിക്ക് പൊറുത്തു തരുവാൻ ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നു. ഇൻ കുൻത കാദിബൻ ഫഇന്നി അസ്അലുല്ലാഹ അൻ യഗ്ഫിറ ലക വ ഇൻ കുൻത സ്വാദിഖൻ ഫഇന്നി അസ്അലുല്ലാഹ യഗ്ഫിർലി. രണ്ടാമത്തെ ഉപദേശം പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും
അവരുടെ സമീപനങ്ങളിൽ നിന്നും രക്ഷ നൽകുവാനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നാകുന്നു. ആദ്യത്തേത് പുറമെ ഉപയോഗിക്കുവാനുള്ള ഔഷധമാണെങ്കിൽ ഇത് അകത്തേക്ക് ഉപയോഗിക്കുവാനുള്ളതാണെന്ന് പറയാം. പിശാചിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രേരണകളും അത് നിമിത്തം മറ്റുള്ളവരിൽ നിന്ന് ഉളവാകുന്ന തിന്മകളുമെല്ലാം ദുർബോധനങ്ങൾ ഹമസാത്ത് എന്ന് പറഞ്ഞതിൽ അടങ്ങുന്നു. പിശാചുക്കൾ അടുത്തു വരുവാൻ പോലും ഇടയാകാതെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥനയിലെ 2-ാം വാക്യം കുറിക്കുന്നത്. ദുർബോധനങ്ങളും ദുർമന്ത്രങ്ങളും നടത്തുന്ന മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉറങ്ങുവാൻ പോകുമ്പോൾ താഴെ കാണുന്ന ദുആ ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചിരുന്നുവെന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചിരുന്നുവെന്നും ഇമാം അഹ്മദ് റഹിമഹുല്ലാ മുതലായ പലരും റിവായത്ത് ചെയ്യുന്നു. ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഗദബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ദുറൂൻ. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ തുർമുദി. സാരം: അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ പരിപൂർണ വാക്യങ്ങൾ മുഖേന അവന്റെ കോപത്തിൽ നിന്നും അവന്റെ ശിക്ഷാ നടപടിയിൽ നിന്നും അവന്റെ അടിയാന്മാരിൽ നിന്നുണ്ടാകുന്ന ദോഷത്തിൽ നിന്നും പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നുമെല്ലാം ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരും അവിശ്വാസികളും മരണത്തിനു മുമ്പായി അവരുടെ നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുന്ന പക്ഷം മരണവേളയിൽ അവരുടെ അന്ത്യാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അടുത്ത ആയത്തിൽ പ്രസ്താവിക്കുന്നു. അങ്ങനെ, അതായത് ഒടുക്കം അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, റബ്ബേ, എന്നെ മടക്കി തരുവിൻ. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ളതിൽ ഞാൻ സൽക്കർമ്മം പ്രവർത്തിച്ചേക്കാം എന്ന്. ഒരിക്കലുമില്ല, അതൊരു വാക്യം. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതായത് അത്രമാത്രം. അവരുടെ അപ്പുറം അവർ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും ഒരു വേലിമറയുമുണ്ട്, അതായത് അതുവരെ മടങ്ങിപ്പോകുവാൻ വിടുന്നതല്ല. മരണസമയം എത്തുകയും അനന്തരം അനുഭവിക്കാനിരിക്കുന്ന കഠിന ശിക്ഷകൾ കാണുമാറാകുകയും ചെയ്യുമ്പോൾ തങ്ങളെ ഭൂമിയിലേക്ക് ഒന്നുകൂടി മടക്കിത്തരണമേ എന്ന് അള്ളാഹുവിനോട് അവർ കേണപേക്ഷിക്കുന്നതാണ്. മടക്കിത്തരുന്നതായാൽ മുമ്പ് തങ്ങൾ വരുത്തിയ വീഴ്ചകളെല്ലാം നികത്തി സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സങ്കടപ്പെട്ട് പറയും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരമാകട്ടെ, കെല്ല, അതൊരിക്കലുമില്ല എന്നു മാത്രം. അള്ളാഹു പറയുന്നു, അത് കേവലം ഒരു വാക്യമെന്നു മാത്രം. അവരത് വൃഥ ഉരുവിടുന്നുവെന്നല്ലാതെ ഒരു പ്രയോജനവും ആ വാക്കുമൂലം ലഭിക്കുവാനില്ല. വല്ല വിധേനയും ചാടിപ്പോകുവാനാണെങ്കിൽ അതിനും സാധ്യമല്ല. കാരണം ഖിയാമത്ത് നാളിൽ എല്ലാവരും ഖബറുകളിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ പുറത്തു പോകുവാൻ നിവൃത്തിയില്ലാത്ത വിധം അവർ ബന്ധനത്തിലുമായിരിക്കും. പിന്നത്തെ സ്ഥിതിയാണെങ്കിൽ അതിലേറെ ആപൽക്കരവും. മരണവേളയിൽ മാത്രമല്ല, ഖബറുകളിൽ നിന്ന് പുനരെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോഴും നരകം കാണിക്കപ്പെടുമ്പോഴും നരകത്തിൽ വെച്ചും എല്ലാം തന്നെ അവിശ്വാസികൾ തങ്ങളെ ഒന്നുകൂടി മടക്കിക്കൊടുക്കുവാൻ അപേക്ഷിക്കുന്നതാണെന്ന് ഖുർആന്റെ പല പ്രസ്താവനകളിൽ നിന്നുമായി മനസ്സിലാക്കാം. ഈ അപേക്ഷ തീർച്ചയായും സ്വീകരിക്കപ്പെടുകയില്ലെന്ന് അവർക്കറിയാമെങ്കിലും ശിക്ഷയുടെ കാഠിന്യം മൂലം അവരത് പറഞ്ഞു പോവുകയാണ്. മഅദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. فَإِذَا نُفِخَ فِي الصُّورِ فَلَا أَنْسَابَ بَيْنَهُمْ يَوْمَئِذٍ وَلَا يَتَسَاءَلُونَ
കാഹളത്തിൽ ഊതപ്പെട്ടാൽ പിന്നെ അന്ന് അവർക്കിടയിൽ യാതൊരു കുടുംബ ബന്ധങ്ങളും ഉണ്ടായിരിക്കയില്ല. അവർ അന്യോന്യം ചോദിക്കയുമില്ല. ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനുള്ള ഊത്താണ് കാഹളത്തിൽ ഊതപ്പെട്ടാൽ എന്നതുകൊണ്ട് ഉദ്ദേശ്യം. ആത്മാക്കളും ജഡങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് രണ്ടാമത്തെ ജീവിതത്തിൽ പ്രവേശിക്കുവാനുള്ള ക്ഷണത്തിന്റെ കാഹളമത്രേ അത്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ ദിവസമാണിത്. അത് വന്നെത്തിയാൽ പിന്നെ ഓരോരുത്തനും അവനവന്റെ കാര്യത്തിൽ മാത്രം ചിന്താകുലനായിരിക്കും. ബന്ധുമിത്രാദികളെ പറ്റിയോ മറ്റോ യാതൊരു അന്വേഷണമാകട്ടെ വിചാരമാകട്ടെ ഉണ്ടാവുകയില്ല. അതെ, തന്റെ സഹോദരൻ, തന്റെ മാതാവ്, തന്റെ പിതാവ്, തന്റെ സഹധർമ്മിണി, തന്റെ മക്കൾ എന്നിവരിൽ നിന്നെല്ലാം മനുഷ്യൻ വിട്ടോടിപ്പോകുന്ന ദിവസം. അന്നത്തെ ദിവസം അവരിൽ ഓരോ മനുഷ്യനും അവനെ മതിയാക്കുന്ന, മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുവാൻ ഒഴിവില്ലാത്ത ഓരോ കാര്യം ഉണ്ടായിരിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി അബസ ഫമൻ ثقلت موازينه فأولئك هم المفلحون. അപ്പോൾ ആരുടെ, അതായത് സൽക്കർമ്മത്തിന്റെ തൂക്കങ്ങൾ ഘനമുള്ളതായോ ആ കൂട്ടർ തന്നെയാണ് വിജയികൾ. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക الذين خسروا أنفسهم في جهنم خالدون. ആരുടെ തൂക്കങ്ങൾ ലഘുവായിപ്പോയോ അവരാണ് തങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളവർ, നരകത്തിൽ സ്ഥിരവാസികൾ. തൽഫഹു വുജൂഹഹുമുൻ നാറു വഹും ഫീഹാ കാലിഹൂൻ. നരകം അവരുടെ മുഖങ്ങളെ എരിച്ചു കളയും. അവരതിൽ മുഖം ചുളിച്ച്, അതായത് പല്ലിളിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അഗ്നിയുടെ കാഠിന്യം നിമിത്തം അവരുടെ അധരങ്ങൾ രണ്ടും പിളർന്നും പല്ലുകൾ ഇളിഞ്ഞും മുഖം ചുളിഞ്ഞും കൊണ്ടിരിക്കും. അവരോട് ഇപ്രകാരം പറയപ്പെടുകയും ചെയ്യും: അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. എന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരപ്പെട്ടിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അവയെ വ്യാജമാക്കി കളയുകയായിരുന്നുവല്ലോ. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളിൽ കവിഞ്ഞുപോയി, ഞങ്ങൾ വഴിപിഴച്ച ജനതയുമായിരുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കി തരണമേ. ഇനി ഞങ്ങൾ, അതായത് ഈ നില ആവർത്തിച്ചാൽ അപ്പോൾ ഞങ്ങൾ നിശ്ചയമായും അക്രമികളായിരിക്കും. അതായത് ഇക്കുറി മാപ്പ് നൽകണമേ. മരണവേളയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഇപ്പോൾ വീണ്ടും തങ്ങളെ ഭൂമിയിലേക്ക് മടക്കിക്കൊടുക്കുവാൻ അപേക്ഷിക്കുകയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ പക്കൽ ഒരിക്കൽ അബദ്ധം വന്നുപോയി. മേലിൽ ഒരിക്കലും ഞങ്ങൾ ആ നില ആവർത്തിക്കുകയില്ല. ആ നില തന്നെ ഞങ്ങൾ തുടർന്നേക്കുന്ന പക്ഷം ഞങ്ങളെ അക്രമികളായി കരുതാം എന്നാണവർ അപേക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ മറുപടി.